ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 12. ഭക്തിയോഗം. ശ്ലോകം 15, പേജ് നമ്പർ 650. യസ്മാനോ ദ്വിജതി ലോകോ ലോകാനോ ദ്വിജതേ ച യഃ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യഃ സ ച മേ പ്രിയഃ. പദാനുപദം. യസ്മാത് യാതൊരുവനിൽ നിന്ന്, ലോക ജനങ്ങൾ, ന ഉദ്വിജതേ അസ്വസ്ഥമാകുന്നില്ല, ലോകാത് ജനങ്ങളിൽ നിന്ന്, യഹ യാതൊരുവൻ, ന ഉദ്വിജതേ ച അസ്വസ്ഥനാകുന്നുമില്ല, യഹ യാതൊരുവൻ, ഹർഷാമർഷഭയോദ്വേഗൈ മുക്തഃ ച ഹർഷം സന്തോഷം, കോപം ഭയം സംഭ്രമം ഇവയിൽ നിന്ന് മുക്തനുമാകുന്നു, സഹ അവൻ, മേ പ്രിയ എനിക്ക് പ്രിയനാകുന്നു. വിവർത്തനം. ആരാലാണോ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത്, ആരാണോ ഏതൊരുവനാലും അസ്വസ്ഥനായി തീരാത്തത്, സുഖദുഃഖങ്ങളിലും ഭയോത്കണ്ഠകളിലും സമചിത്തനായിരിക്കുന്നവനാരാണോ, അങ്ങനെയുള്ള എൻ്റെ ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ഭാവാർത്ഥം. ഭഗവാന്റെ ഗുണവിശേഷങ്ങളിൽ ചിലത് വീണ്ടും വിവരിക്കുന്നു. ഒരു ഭക്തനിൽ നിന്ന് ആർക്കും ആശങ്കയ്ക്കോ ഭയത്തിനോ അസന്തുഷ്ടിക്കോ ഇടയില്ല. അയാൾ ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുമുണ്ടാക്കുകയില്ല. ഏവരോടും കനിവുള്ള അയാൾ മറ്റുള്ളവർക്ക് ഉദ്വേഗകരമായ പ്രവൃത്തിയൊന്നും ചെയ്യുകയില്ല. അതേസമയം തന്നെ വിഷമിപ്പിക്കുന്ന വിധത്തിൽ മറ്റുള്ളവർ പെരുമാറിയാൽ അയാളിൽ ഒരു കുലുക്കവും കാണുകയുമില്ല. ഭഗവത് കരുണ മൂലം ബാഹ്യങ്ങളായ അസ്വാസ്ഥ്യങ്ങളിലൊന്നും ക്ഷോഭിക്കാതിരിക്കാനുള്ള ശിക്ഷണം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഭക്തൻ എപ്പോഴും കൃഷ്ണാവബോധത്തിൽ മുഴുകി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭൗതിക പരിതസ്ഥിതികൾ അയാളെ ബാധിക്കുകയുമില്ല. പൊതുവെ ഭൗതിക താത്പരനായ വ്യക്തി ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും സുഖപ്രദങ്ങളായ അനുഭവങ്ങളിൽ സന്തുഷ്ടി കൊള്ളും. പക്ഷേ മറ്റുള്ളവർ അത്തരം സുഖങ്ങൾ അനുഭവിക്കുകയും
തനിക്കവ കൈവരാതിരിക്കുകയും ചെയ്യുമ്പോൾ അയാൾ ദുഃഖിക്കുന്നു. അയാൾക്ക് അസൂയ തോന്നുന്നു. ഒരു ശത്രു തന്നോട് പകരം വീട്ടുമെന്നോർക്കുമ്പോൾ അയാൾ ഭയാക്രാന്തനാവുന്നു. തൻ്റെ ഏതെങ്കിലും പ്രവർത്തനം വിജയത്തിലെത്തുന്നില്ലെങ്കിൽ വിഷണ്ണനാകുന്നു. ഇത്തരം അസ്വാസ്ഥ്യങ്ങൾക്കതീതനായി വർത്തിക്കുന്ന ഭക്തൻ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവനത്രേ. ഹരേ കൃഷ്ണ.